ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക. യൂസ് ഇയർഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. ഹായ്, ഹരിയാണ് സംസാരിക്കുന്ന. പ്രോ റൈഡോടെ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഫൈനലി ഐക്മ ഓട്ടോ ഷോ, ഇറ്റലി മിലാനിൽ നടക്കുന്ന ഇക്മ ഓട്ടോ ഷോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓട്ടോ ഷോ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് കുറെ ബ്രാൻഡുകൾ, ഇന്ത്യൻ ബ്രാൻഡുകൾ അതിനകത്ത് പങ്കെടുത്തായി. TVS, റോയൽ എൻഫീൽഡ്, ഹീറോ, ബജാജ് മാത്രം അതിൽ പങ്കെടുത്തില്ല. KTM അതിനകത്ത് ഭാഗമായിട്ടില്ല. അവർക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ല. മേബി ഡിസംബറിൽ നടക്കുന്ന IBW ബജാജ് പങ്കെടുത്തേക്കാം നടക്കുന്നത്. അപ്പൊ നമ്മുടെ വിഷയത്തിലൂടെ അപ്പൊ ഈ ബ്രാൻഡുകളെല്ലാം TVS, ഹീറോ, റോയൽ എൻഫീൽഡ് ഇവർ കുറച്ച് മോട്ടോർ സൈക്കിളുകൾ അൺവീൽ ചെയ്തിട്ടുണ്ട്. അൺവീൽ കുറെയൊക്കെ കൺസെപ്റ്റ് ആണ്. അപ്പോ ഇതിനകത്ത് റോയൽ എൻഫീൽഡിലോട്ട് വരുമ്പോ റോയൽ എൻഫീൽഡ് പ്രധാനപ്പെട്ടതായിട്ട് ലോഞ്ചുകൾ പറഞ്ഞ 3 മോഡലുകളാണ്. ഈ കാലയളവിനുള്ളിൽ റോയൽ എൻഫീൽഡ് 14 മോഡലുകളാണ്, അല്ലെങ്കിൽ 14 മോട്ടോർ സൈക്കിളുകളും റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഗ്ലോബലിലും ഇന്ത്യയിലുമായിട്ടാണ്. അതിസന്തോഷത്തോടു കൂടിയാണ് റോയൽ എൻഫീൽഡ് സിയായ സിദ്ധാർത്ഥ ലാലുവാന അവരുടെ നിലവിൽ ഇപ്പൊ അവരുടെ മാർക്കറ്റിൽ 14 മോഡലുകൾ അവരിറക്കിയിട്ടുണ്ട്. ഇത് കൂടാതെ ഇപ്പൊ ഈ ഇറങ്ങാൻ പോകുന്ന മോഡലുകളും കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം 16 മോട്ടോർ സൈക്കിളാണ് റോയൽ എൻഫീൽഡ് ബ്രാൻഡിങ്. ഇതിനായിട്ട് മൊത്തം 4 പ്ലാറ്റ്ഫോമും അവർ ഡെവലപ്മെന്റ് ചെയ്തിട്ടുണ്ട്. 5 കാറ്റഗറി ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ നിലവിലത്തെ മാർക്കറ്റിൽ അവർ വിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ ഉത്തരവായിട്ട് എനിക്ക് പറയാനുള്ള ഇതൊക്കെ ബിരിയാണിയുടെ പല വകഭേദങ്ങളാണ്. പുള്ളിക്കാരന് ഇവിടെ പറയാൻ ശ്രമിക്കുന്ന കാര്യം, പല സ്ഥലങ്ങളിലൂടെ അവർ നടത്തിയ മോട്ടോർ സൈക്കിൾ റൈഡുകളെ പറ്റിയാണ് പുള്ളി പറയാൻ ശ്രമിക്കുന്നത്. ഹിമാലയന്റെ മറ്റ് മോട്ടോർ സൈക്കിളിന്റെ ടെസ്റ്റിംഗിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും, ഹിമാലയയിലും അങ്ങനെയുള്ള പല സ്ഥലം, കർദുംഗ്ല പാസ് അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഇവർ മോട്ടോർ സൈക്കിൾ ഓടിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യം പുതിയ മോട്ടോർ സൈക്കിൾ റൈഡേഴ്സിനെയും ഒരു റൈഡിംഗ് കൾച്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത്. ഈ റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ചരിത്രം, ഹിസ്റ്ററിക്കൊക്കെ പ്രാധാന്യം നൽകുന്ന ഒരു കമ്പനിയാണല്ലോ. റോയൽ എൻഫീൽഡ് ആദ്യം പുറത്തിറക്കിയ മോട്ടോർ സൈക്കിളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 1901 ഈ മോട്ടോർ സൈക്കിൾ റോയൽ എൻഫീൽഡ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളെ പരിചയപ്പെടുത്താൻ വേണ്ടി റോയൽ എൻഫീൽഡ് തന്നെ നിർമ്മിച്ചൊരു മോട്ടോർ സൈക്കിളാണിത്. അതും നമ്മൾക്ക് വേണ്ടിയാണ് അവർ തിരിച്ചു കൊണ്ടുവന്നതെന്നാണ് സിദ്ധാർത്ഥ് ലാൽ പറയുന്നത്. റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് പാരമ്പര്യവും വികാരവും വിറ്റ് ജീവിക്കുന്ന ബ്രാൻഡാണല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറില്ല. കാര്യം ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇങ്ങനെ ഒരു മോട്ടോർ സൈക്കിൾ ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു മോട്ടോർ സൈക്കിൾ തിരിച്ചു കൊണ്ടുവന്നതിൽ അഭിമാനം തോന്നുന്നു. ഈ മോഡലിന്റെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന ഇലക്ട്രിക് ഹിമാലയനാണ്. അതായത് സിദ്ധാർത്ഥ് ലാൽ ഇവിടെ പറയാൻ ശ്രമിക്കുന്ന കാര്യം, ഒന്ന് പെട്രോളിയത്തിന്റെ തുടക്കവും പിന്നെ ഫ്യൂച്ചർ എന്ന് പലരും വിശേഷിപ്പിക്കുന്ന EV കാലഘട്ടവും. പുള്ളി പറയുന്നു കുറച്ചു ദിവസം മുന്നേ ഹിമാലയത്തിൽ കൊണ്ട് ഇലക്ട്രിക് ഹിമാലയൻ ടെസ്റ്റ് ചെയ്താണ്. ഇപ്പോഴും പ്രൊഡക്ഷൻ റെഡിയായ ഹിമാലയന്റെ EVയിലോട്ട് കടക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോഴും ഹിമാലയൻ EV ലോഞ്ച് ചെയ്യാൻ പാകത്തിനായിട്ടില്ലെന്നാണ് പുള്ളിയുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കസ്റ്റമേഴ്സിനും മീഡിയാസിനും ഈ EV മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ കൊടുത്തിട്ട് അതിന്റെ ഫീഡ്ബാക്കുകളെല്ലാം കളക്ട് ചെയ്തിട്ടും ഇപ്പോഴും ഹിമാലയൻ EVയിൽ പല കാര്യങ്ങളും അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഹിമാലയൻ EVയെ പ്രൊഡക്ഷൻ ലൈനപ്പിലോട്ട് കൊണ്ടുവരാറായിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഇതൊരു പുതിയൊരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ പുതിയൊരു സീരീസ് ഓഫ് മോട്ടോർ സൈക്കിളിന് യുഗം. മേബി ഹിമാലയൻ EVയൊക്കെ അടുത്ത വർഷമൊക്കെ നോക്കിയാൽ മതി. പുള്ളി തന്നെ ഇവിടെ പറയുന്നുണ്ട് അടുത്ത വർഷമായിരിക്കും ഹിമാലയൻ EVയുടെ ലോഞ്ച് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഈ കഴിഞ്ഞ ഐക്മയിലാണ് ഫ്ലൈയിങ് ഫ്ലെയിം ബ്രാൻഡിങ്ങിൽ C6 എന്ന് പറഞ്ഞ ടാംബ്ലർ ആയിട്ടുള്ള ഒരു കുഞ്ഞൻ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ പ്രദർശിപ്പിച്ചത്. 1970 ഇന്ന് നടന്ന വേൾഡ് വാറിൽ പാരച്യൂട്ടിലൂടെ ഇറക്കി കൊടുത്തൊരു മോഡലാണ് ഫ്ലൈയിങ് ഫ്ലെയിം. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഈ മോഡലിനെ പറ്റി പറഞ്ഞാണ്. അപ്പൊ ഈ മോഡൽ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഫ്ലൈയിങ് ഫ്ലെയിം എന്ന് വെച്ചാൽ അന്നൊരു കുഞ്ഞൻ മോട്ടോർ സൈക്കിൾ ആയിരുന്നു, വെയിറ്റ്ലെസ് ആയിട്ടോ അയാൾക്ക് സിമ്പിൾ ആയിട്ട് ഉയർത്താൻ പറ്റിയ മോട്ടോർ സൈക്കിളും കൂടിയാണ്. അത് ഇന്നിപ്പോ എത്തി നിൽക്കുന്ന റോയൽ എൻഫീൽഡ് തന്നെ ഇലക്ട്രിക് സബ് ബ്രാൻഡാണ് ഫ്ലൈയിങ് ഫ്ലെയിം. ബ്രാൻഡിങ്ങിൽ നിലവിൽ ഇപ്പൊ വരാൻ പോകുന്ന 2 മോട്ടോർ സൈക്കിളുകളാണ് E6ഉം S6ഉം. നിലവിൽ ഇപ്പൊ X6 ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫ്ലൈയിങ് ഫ്ലെയിം മോട്ടോർ സൈക്കിളിലെ ഹിസ്റ്ററി, ചരിത്രം എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ റോയൽ എൻഫീൽഡിന്റെ പഴയ കാലഘട്ടവും പുതിയ കാലഘട്ടവും ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഒരു മിനിയേച്ചർ ആർട്ട് വർക്ക് ഇവിടെ കാണാൻ സാധിക്കും. ചരിത്രവും പാരമ്പര്യവും വിറ്റ് ജീവിക്കുന്ന കമ്പനി ഇതൊക്കെ കാണിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതായത് ചുരുക്കി പറഞ്ഞ ഐഷർ മോട്ടോഴ്സിന്റെ കീഴിലും സിദ്ധാർത്ഥ് ലാലിന്റെ കീഴിലും റോയൽ എൻഫീൽഡ് പറഞ്ഞ ബ്രാൻഡിന്റെ വളർച്ച വളരെ വലുതാണ്. നിലവിൽ തിരിച്ചു വന്ന പഴയ ബ്രാൻഡുകളായാലും ക്ലാസിക് മോട്ടോഴ്സ് ബ്രാൻഡുകൾ റോയൽ എൻഫീൽഡ് കാണിച്ചു തന്ന വഴിയിലൂടെ തന്നെയാണ് ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയാ ബ്രാൻഡ് എന്നുള്ളത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. റോയൽ എൻഫീൽഡ് ലോഞ്ച് ചെയ്ത ആദ്യത്തെ മോട്ടോർ സൈക്കിൾ ഏതാന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡിന് തന്നെ ലിമിറ്റഡ് എഡിഷൻ മോഡലായ ഷോട്ട് ഗൺ 650
ആണ്. മൊത്തം ഇതിന്റെ 100 നമ്പറാണ് കമ്പനി ഇറക്കാൻ പോകുന്നത്. നിലവിൽ ഇപ്പൊ ഐക്മയിൽ ഇത് അൺവീലാണ് നടന്നിരിക്കുന്നത്. ലോഞ്ച് തന്നെ 2026 ഫെബ്രുവരിയിലാണ്. ഇത് ഒരു കസ്റ്റമർ ബിൽഡ് ചെയ്ത കസ്റ്റം മോട്ടോർ സൈക്കിളിൽ നിന്നാണ് ഈ പെയിന്റ് കടമെടുത്തിരിക്കുന്നത്. ഷോർട്ട് ഗൺ 650 ബോബറിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് ഗൺ 650യുടെ ലിമിറ്റഡ് എഡിഷൻസ് വരുന്നതുകൊണ്ട് തന്നെ എനിക്കതൊരു പുതുമയായിട്ട് ഫീൽ ചെയ്യുന്നേ ഇല്ല. പിന്നീട് കമ്പനി ലോഞ്ച് ചെയ്ത് CE സർട്ടിഫിക്കേഷൻ ഉള്ള ജാക്കറ്റും ഒരു അപ്പാരൽസുമാണ്. ഇതിനകത്ത് അവരുടെ ജാക്കറ്റ് ഒന്നും കാണിച്ചിട്ടില്ല. കൂടുതലും ടീഷർട്ടും റൈഡിങ് പാന്റുകളാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനായിട്ടില്ല. താല്പര്യമുള്ളവർ റോയൽ എൻഫീൽഡിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതും ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുള്ളതാണ്. ഓരോ മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യുമ്പോഴും അതിന്റെ കൂടെ അവർ ഓരോ അപ്പാരലും ലോഞ്ച് ചെയ്യാറുണ്ട്. ചില സമയങ്ങളിൽ യൂണീക്ക് ആയിട്ടുള്ള സംഭവങ്ങൾ വരാറുമുണ്ട്. റോയൽ എൻഫീൽഡിന്റെ അപ്പാരൽ ഒട്ടനവധി പ്രോഡക്റ്റുകളാണ് ഉള്ളത്. ഇനി മോട്ടോർ സൈക്കിളിലോട്ട് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ റോയൽ എൻഫീൽഡിന്റെ 175ാമത്തെ ആനിവേഴ്സറി പ്രമാണിച്ച് ഇന്ത്യൻ ജനത ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് റോയൽ എൻഫീൽഡ് പ്രതീക്ഷിച്ചിറക്കിയ മോട്ടോർ സൈക്കിളായ അതായത് ക്ലാസിക് 650യുടെ ഒരു സ്പെഷ്യൽ എഡിഷൻ ഐക്മയിൽ വെച്ച് നമുക്ക് വേണ്ടി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. റോയൽ എൻഫീൽഡ് CEO ആയ B ഗോവിന്ദരാജ് ഈ മോട്ടോർ സൈക്കിൾ ഹൈപ്പർ ഷിഫ്റ്റ് പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നുണ്ട്. ഇതിൽ പറയുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള പെയിന്റ് സ്കീമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ്. ഒരു പെയിന്റ് സ്കീമിലൂടെ ആൾക്കാരെ വീഴ്ത്താൻ റോയൽ എൻഫീൽഡിനെ സാധിക്കുകയുള്ളൂ. അല്ല, അവരുടെ ഒട്ടുമിക്ക മോഡലിലും നല്ല പെയിന്റ് സ്കീം അവർ കൊണ്ടുവരാറുണ്ട്. ഇപ്രാവശ്യത്തെ ഇറ്റലിയിൽ മിലാനിൽ നടക്കുന്ന ഇക്മ മോട്ടോ ഷോയിൽ റോയൽ എൻഫീൽഡ് അൺവെയിൽ ചെയ്തിരിക്കുന്ന ക്ലാസിക് 650യുടെ പുതിയൊരു കളർ വേരിയന്റ് ആണ്. അല്ല, ഇപ്രാവശ്യം റോയൽ എൻഫീൽഡ് ലോഞ്ച് ചെയ്യാൻ പുതിയ മോട്ടോർ സൈക്കിൾ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ റോയൽ എൻഫീൽഡ് സ്പെഷ്യൽ എഡിഷൻസും പുതിയ കളർ വേരിയന്റും ആയിരിക്കും കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അതായത് റോയൽ എൻഫീൽഡിന്റെ പ്രധാനപ്പെട്ട മോഡലുകളെല്ലാം ഇപ്പോഴും സ്റ്റിൽ ഓൺ ടെസ്റ്റിംഗ്. ബോഡി പാർട്സുകളെല്ലാം റെഡ് കളർ, ബാക്കിയെല്ലാം മാറ്റ് ബ്ലാക്ക്, ക്രോം എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. സീറ്റിന്റെ കളർ ബ്രൗൺ ആക്കിയിട്ടുണ്ട്. 650യിൽ വേറെ വ്യത്യാസവും മാറ്റങ്ങളോ ഒന്നും നൽകിയിട്ടില്ല. അടുത്തതായിട്ട് റോയൽ എൻഫീൽഡ് നമ്മളെ പരിചയപ്പെടുത്തി മോണോ ബ്ലാക്ക് എന്ന് പറഞ്ഞ ഹിമാലയന്റെ പുതിയ കളർ വേരിയന്റ് ആണ്. പുത്തം പുതിയ ഹിമാലയന്റെ റാലി വേരിയന്റിലാണ് മോൺ ബ്ലാക്ക് എന്ന് പറഞ്ഞ ഈ കളർ വേരിയന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഹിമാലയൻ പഴയ ഹിമാലയൻ റാലി വേരിയന്റ് തന്നെ പുതിയ മോൺ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളർ വേരിയന്റ് വന്നു എന്ന് ചോദിച്ചാൽ വണ്ടിയിൽ വേറെ കാര്യമായ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. നോർമൽ ഹിമാലയം റാലി ആയിട്ടുള്ള വ്യത്യാസം സീറ്റിൽ വന്നിരിക്കുന്ന വ്യത്യാസം മാത്രമാണ്. നിലവിൽ ഇപ്പൊ അവർ പുറത്തുവിട്ടിരിക്കുന്ന UK വിലയാണ്. ഇന്ത്യയിലെ വില ഇപ്പൊ പുറത്തുവിട്ടിട്ടില്ല. മാൻ ബ്ലാക്ക് കളർ വേരിയന്റിൽ ഇന്ത്യൻ അവതരണത്തെ പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല. സീറ്റിന്റെ സൈഡിൽ തന്നെ സൈഡ് പാനലിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. റാലി ഹിമാലയന്റെ ബ്ലാക്ക് കളറിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക. B ഗോവിന്ദരാജ് പറയുന്നത് റോയൽ എൻഫീൽഡ് റോയൽ ആൽബർട്ട് ഹാളുമായിട്ട് കൊളാബറേഷൻ ചെയ്ത് ഇവിടെ ഒരു മ്യൂസിക്കൽ ആൽബം പുറത്തിറക്കാൻ പോകുകയാണ്. ആർക്ക് വേണ്ടി ഇപ്പൊ നിങ്ങൾക്ക് പിടുത്തം കെട്ടി കാണും. പുള്ളി പറഞ്ഞതും ഞാൻ ഉദ്ദേശിച്ചതും വണ്ടി ഏതാന്ന്, ബുള്ളറ്റ് 650. അതായത് ഈ മോട്ടോർ സൈക്കിൾ ക്ലാസിക് 650 ഇറങ്ങിയ സമയത്തെ ടെസ്റ്റിംഗിൽ സ്പോട്ട് ചെയ്ത ഒരു മോട്ടോർ സൈക്കിളാണ്. ഒരു മോട്ടോർ സൈക്കിളിന് വേണ്ടി ഇങ്ങനെ ഒരു കൊളാബറേഷൻ നടത്തണമെങ്കിൽ ആ മോട്ടോർ സൈക്കിൾ അവർക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് നിങ്ങൾ വിചാരിക്കണം. പലർക്കും അറിയില്ല റോയൽ എൻഫീൽഡിന് ആംഗിൾ നൽകിയിരിക്കുന്ന ഈ വര കൈകൊണ്ടാണ് വരയ്ക്കുന്നേ. പുതിയ ബുള്ളറ്റ് 350 ഇറങ്ങിയപ്പോഴാണ് പലരും ഈ വരയിടുന്ന കൈകൊണ്ടാന്ന് തന്നെ പലരും തിരിച്ചറിഞ്ഞത്. മുന്നേ യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ട് ഇത് കൈകൊണ്ടാണ് വരയ്ക്കുന്നതെന്നുള്ള പ്രൂവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ. അതായത് പ്ലാറ്റ്ഫോമിൽ വന്ന ബുള്ളറ്റ് 350 ഇറങ്ങുന്ന സമയത്ത് ആ ഇവന്റിൽ വെച്ചാണ് പലരെ കൊണ്ടും ഇത് വരപ്പിച്ച് നോക്കിയത്. അന്ന് പലരും ഈ കാണുന്ന ടാങ്കിനകത്ത് ഗോൾഡൻ വര ഇടാൻ ശ്രമിച്ചതാണ്. റോയൽ എൻഫീൽഡ് ഇത് ചെയ്യുന്ന ആൾക്കാരുടെ പ്രൊമോഷൻ ഒന്നും ആ വരയിലും വന്നില്ല. അങ്ങനെയാണ് ഹാൻഡ് മെയ്ഡ് ആയിട്ട് വരയ്ക്കുന്ന ഈ വര അത്ര എളുപ്പമല്ല എന്ന് പലരും തിരിച്ചറിഞ്ഞത്. അതായത് റോയൽ എൻഫീൽഡ് ഹിസ്റ്ററിക്ക് വളരെയധികം പ്രാധാന്യം നൽകുകയും മുൻതൂക്കം നൽകുന്ന ഒരു മോഡലും കൂടി ഈ മോഡല്. റോയൽ എൻഫീൽഡിന്റെ ക്ലാസിക് കഴിഞ്ഞാൽ പിന്നെ റോയൽ എൻഫീൽഡിന്റെ ആക്ക വണ്ടിയാണ് ബുള്ളറ്റ് 350. റോയൽ എൻഫീൽഡിന്റെ ആദ്യത്തെ മോട്ടോർ സൈക്കിൾ ആണല്ലോ ഈ ബുള്ളറ്റ് 350. ബുള്ളറ്റ് 350യുടെ തന്നെ പല വകഭേദങ്ങളും അവർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ നേവിയുടെയും മിലിറ്ററിയുടെയും പല അഭ്യാസങ്ങൾക്കും ഈ മോട്ടോർ സൈക്കിൾ യൂസ് ചെയ്തിട്ടുണ്ട്. 1932 തൊട്ടുള്ള മോട്ടോർ സൈക്കിൾ അല്ലേ ഇന്ത്യൻ റോയൽ എൻഫീൽഡ് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിർമ്മിച്ച മോഡൽ ബുള്ളറ്റ് 350. അതേപോലെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നത് ബുള്ളറ്റ് 350 ആണ്. ആ കുടു ശബ്ദം ഇന്ത്യൻ ജനതയുടെ ശിരസിലൂടെ ഓടുന്നു. അങ്ങനെ ഇറ്റലിയിൽ മിലാനിൽ വെച്ച് ബുള്ളറ്റ് 650 ട്വിൻസ് അങ്ങനെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് റോയൽ എൻഫീൽഡ്. അതുപോലെ ഇന്ത്യയിൽ ഇതിന്റെ വില അനൗൺസ്മെന്റ് ചെയ്തിട്ടില്ല. ഇറ്റലിയിലെ വിലയാണ് അവർ അനൗൺസ്മെന്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ വില വരാൻ 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഇടയിലായിരിക്കും ഇത് പ്രൈസ് ചെയ്യാൻ സാധിക്കും. 150 cc ട്വിൻ സിലിണ്ടർ എഞ്ചിൻ ഒഴിച്ചെടുത്താൽ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. കമ്പനി ഇതിനെ ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിനിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പെർഫോമൻസ് ഒക്കെ ലഭിച്ചത്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള സിംഗിൾ സിലിണ്ടർ DOHV എഞ്ചിൻ കൊണ്ടുവന്നിരുന്നെങ്കിൽ, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സിറ്റിയിലും ഹൈവേയിലും ഒരേപോലെ ഈ മോട്ടോർ സൈക്കിൾ യൂസ് ചെയ്യാൻ സാധിച്ചേനെ. അങ്ങനെ ഒരു മോട്ടോർ
മോട്ടോർ സൈക്കിൾ റോയൽ എൻഫീൽഡ് കൊണ്ടുവരില്ല എന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ പിന്നെ നിലവിലുള്ള മോഡലിനെ തന്നെ സിംഗിൾ സിലിണ്ടർ എഞ്ചിനിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരായിരുന്നെങ്കിൽ കൊള്ളാം. ഇതൊക്കെ ഞാൻ ആരോട് പറയാം, ആര് കേൾക്കാൻ, ആര് ചെയ്യും? ഇത് ഇങ്ങനെ തന്നെ നടക്കും. ആ ക്ലാസിക്കിൽ തന്നെ റൗണ്ടഡ് ആയിട്ടുള്ള സെയിം ടെയിൽ ലാമ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇനി ബുള്ളറ്റിന്റെ ലൈറ്റിലോട്ട് മാറണമെങ്കിൽ അത് ആക്സസറി ആണ്, ആക്സസറി ആയിട്ട് നമുക്ക് പിടിപ്പിക്കേണ്ടി വരും. എനിക്ക് ആ ബാക്കിൽ ആ പഴയ ടെയിൽ ലൈറ്റ് തന്നെ നിലനിർത്തുന്നതാണ് ബുള്ളറ്റിന്റെ അതിന്റെ ഒരു ഭംഗി. ഇവര് ചെയ്യുന്നത് ഇവര് തരുന്നതും ഇങ്ങനെയാണ്. ഞാൻ എന്താ ഇതിനെപ്പറ്റി പറയേണ്ടത്? ഇവന്മാർ ഇങ്ങനെയാണ് ഈ മോഡൽ ഇറക്കുന്നത്. അല്ലെങ്കിൽ റോയൽ എൻഫീൽഡിന് ഒരു വിചാരമുണ്ട്, ചവർ പോലെ മോട്ടോർ സൈക്കിൾ എനിക്ക് ഇന്ത്യയിലെ ജനങ്ങൾ അതെല്ലാം സ്വീകരിച്ചോളുന്നതാണ്. ഇതിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ അവരിപ്പോ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ചവർ പോലെ മോട്ടോർ സൈക്കിൾ ഇറക്കണ കുറച്ച് കുറയ്ക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ശ്രദ്ധിച്ച് മാത്രമേ മോട്ടോർ സൈക്കിൾ ഇറക്കാൻ ശ്രമിക്കുകയുള്ളൂ കമ്പനി. ആക്ച്വലി എന്തായാലും മോട്ടോർ സൈക്കിൾ ഇന്ത്യയിൽ ലോഞ്ച് ആവട്ടെ, അതിനുശേഷം ഞാൻ സംസാരിക്കാം. ഈ ഗോവിന്ദരാജ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺസെപ്റ്റുകളെ പറ്റി സംസാരിക്കുന്നു. ഇതിൽ ആദ്യത്തെ കൺസെപ്റ്റ് ഹിമാലയൻ 750 ആണ്. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഈ മോട്ടോർ സൈക്കിളിനെ പറ്റി അടുത്ത ഐക്മേൽ സംസാരിക്കാമെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഇതൊരു പുതിയൊരു എഞ്ചിനും പുതിയ പ്ലാറ്റ്ഫോമും ആയതുകൊണ്ട് തന്നെ അവർക്ക് വലിയ തിടുക്കങ്ങളോ ഒന്നുമില്ല. അടുത്ത ഐക്മേലായിരിക്കും ഈ മോഡലൊക്കെ ലോഞ്ച് ചെയ്യാൻ സാധ്യത. നെക്സ്റ്റ് അവർ പ്രദർശിപ്പിച്ചിരുന്നത് കോണ്ടിനെന്റ് ജിടിയുടെ തന്നെ ഒരു റേസ് പെക്ക് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ. ഇതും നമുക്ക് നെക്സ്റ്റ് ഐക്മേൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിന്റെ തന്നെ 650cc വേരിയന്റ് പല റേസിംഗിന് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. മേ ബി ഇതിന്റെ ഒരു റോഡ് ലീഗലായിട്ടുള്ള പതിപ്പ് അടുത്ത ഐക്മേൽ ലോഞ്ച് ചെയ്തേക്കാം. റോയൽ എൻഫീൽഡ് തന്നെ പറയുന്നത് അടുത്ത വർഷമായിരിക്കും ഈ മോഡലുകളൊക്കെ വരാൻ പോകുന്നത്. സിദ്ധാർത്ഥ് ലാലും ഗോവിന്ദും കൂടി ഈ മോട്ടോർ സൈക്കിൾ ടെസ്റ്റ് ചെയ്ത കാര്യമൊക്കെ പറയുന്നുണ്ട്. വേറൊന്നുമല്ല, ഇവര് കർദംഗല പാസിലൂടെ ഓടിച്ച കാര്യമാണ് ഈ പറയുന്നത്. പിന്നെ ഹിമാലയന്റെ ഇലക്ട്രിക്കിന്റെ കാര്യവും പുള്ളി പറയുന്നുണ്ട്. ഇപ്പോഴും അവർ പല കാര്യങ്ങളും ഇലക്ട്രിക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. എന്തായാലും ഞങ്ങൾക്ക് തരുന്നില്ല, നിങ്ങൾ എത്ര വേണമെങ്കിലും സമയം എടുത്ത് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്തതിനു ശേഷം മോട്ടോർ സൈക്കിൾ ഇറക്കിയാൽ മതി. റോയൽ എൻഫീൽഡുകാർ എന്ന് കോൺഫിഡൻസ് ആവുന്നു ഇലക്ട്രിക്കിൽ, അന്ന് മോഡൽ ഇറക്കിയാൽ മതി. അതായിരിക്കും നിങ്ങൾക്കും നല്ലത്, യൂസ് ചെയ്യുന്ന കസ്റ്റമർക്കും അത് ഗുണകരമാവും. പിന്നീട് ഗോവിന്ദ് പറഞ്ഞ ഫ്ലൈയിങ് ഫ്ലീയെ പറ്റിയാണ്. ഇവിടെ ഇരിക്കുന്ന ഈ മോട്ടോർ സൈക്കിളാണ് അവരുടെ ഫ്യൂച്ചർ എന്നാണ് റോയൽ എൻഫീൽഡ് പറയുന്നത്. ലാസ്റ്റ് അവർ അൺവീൽ ചെയ്ത റോയൽ എൻഫീൽഡിന്റെ സബ് ബ്രാൻഡായ ഫ്ലൈയിങ് ഫ്ലീയിൽ തന്നെ S6 എന്ന് പറഞ്ഞ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ വേരിയന്റ് ആണ് അവർ അൺവീൽ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പള്ളിപ്പെരുന്നാളിലൊക്കെ വെക്കുന്ന LED ബോർഡുകൾ, അമ്പലങ്ങളിൽ വെക്കാവുന്ന LED ബോർഡ് പോലെ, അതായത് ആ ടാങ്ക് തുടങ്ങി ലാസ്റ്റ് വരെ LED ലൈറ്റിംഗിലൂടെ ഫ്ലൈയിങ് ഫ്ലീ എന്ന് പറഞ്ഞ ബ്രാൻഡിങ് എഴുതി കാണിക്കണം. അതിമനോഹരം. ഫ്ലൈയിങ് ഫ്ലീ ബ്രാൻഡിങ്ങില് മോട്ടോക്രോസ് സ്കാംബ്ലർ വേരിയന്റ് ആയ S6 മാത്രമാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ സ്റ്റേജ് 2 കൺസെപ്റ്റ് ആണ് അവർ കാണിച്ചിരിക്കുന്നത്. ഈ മോഡലിനെ പറ്റി കൂടുതലൊന്നും അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുമില്ല. എന്തായാലും റോയൽ എൻഫീൽഡ് കൂടുതൽ ഇലക്ട്രിക്കിന്റെ അപ്ഡേഷൻ ആയിട്ട് നമുക്ക് കാത്തിരിക്കാം. എനിക്കിനി കൂടുതലൊന്നും പറയാനായിട്ടില്ല. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, മീഡിയ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക.